പരിശുദ്ധ കുർബാനയുടെ ആചരിക്കുന്ന ദിവസം നമുക്ക് അതിനെപ്പറ്റിയുള്ള നല്ലൊരു വിചിന്തനം തന്നെയാണ് നമ്മുടെ അച്ഛൻ നമുക്ക് തന്നത്. നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായ കാര്യങ്ങൾ നമുക്ക് പീറ്റർ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ഏറ്റവും നന്നായി തന്നെ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തന്നു. അച്ഛൻ്റെ ഓരോ ക്ലാസ്സുകളും ഇതുപോലെ നല്ല വിലപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് അതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്ത് അച്ഛൻ നമുക്ക് അതിനെപ്പറ്റി നന്നായിട്ട് പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ലത്തീൻ സഭയില് ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ തിരുനാളിനെ അറിയപ്പെടുന്നത് കോർപ്പൂസ് ക്രിസ്തി എന്നാണ്. അതായത് ക്രിസ്തുവിന്റെ ശരീരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തിരുനാളാണ് എന്ന് സാരം. ഈ തിരുനാളിന് ഒരു ചെറിയ ചരിത്രമുണ്ട്. 1208 ബെൽജിയത്തിലുള്ള അഗസ്റ്റീനിയൻ സന്യാസിനിയായിരുന്ന വിശുദ്ധ ജൂലിയാനയ്ക്ക് അവർ വലിയ വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ഒക്കെ വലിയ ഭക്തിയായി. അവർക്കൊരിക്കല് ക്രിസ്തു ഈ 1208 ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ദിവ്യകാരുണ്യത്തിന്റെ ഭക്തി അല്ലെങ്കിൽ അതിന്റെ ആരാധനയെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തുകയുണ്ട്, അതിന്റെ തിരുനാളിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ അവർക്ക് വീണ്ടും പലവട്ടം പ്രത്യക്ഷമുണ്ടായി എന്നാണ് പറയപ്പെടുക. ഏതായാലും അവരുടെ കുമ്പസാരക്കാരൻ കൂടിയായിരുന്ന അതിരൂപത മെത്രാനെ ഈ കാര്യം അറിയിച്ചു. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിനും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടായി. ആ പശ്ചാത്തലത്തില് 1246 മെത്രാൻ തന്റെ രൂപതയിലെ എല്ലാ പള്ളികളിലും ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. പിന്നീട് അദ്ദേഹം തന്നെ ഇത് പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുകയും അതിന്റെ ഫലമായിട്ട് 1264 ഉർബൻ നാലാമൻ മാർപ്പാപ്പ ഇങ്ങനെ ഒരു തിരുനാള് ആഘോഷിക്കാനായിട്ട് ആഗോള സഭയ്ക്ക് ആഹ്വാനം നൽകുകയുണ്ടായി. ആ തിരുനാൾ പ്രഖ്യാപിച്ചത് പിന്നെ വേറെ ചില ഗൗരവമായ കാര്യങ്ങൾ കൂടി ഉണ്ടായി. 13-ാം നൂറ്റാണ്ട്, അതായത് 1208 ഈ പ്രത്യക്ഷമുണ്ടാകുക. 1264 തിരുനാൾ പ്രഖ്യാപിക്കുക, അതായത് 13-ാം നൂറ്റാണ്ട്. ഈ 13-ാം നൂറ്റാണ്ടില് പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഇറ്റലിയില് ഒരു പ്രസിദ്ധമായ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കേണ്ടത്. മാത്രമല്ല ഈ 13-ാം നൂറ്റാണ്ടിലാണ് ദൈവശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന തോമസ് അക്വിനാസിന്റെ കാലഘട്ടം. അദ്ദേഹം ഈ വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രത്തെ വളരെ ഗൗരവമായിട്ട് അവതരിപ്പിക്കുകയും അങ്ങനെ വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം വളരെയേറെ പ്രസിദ്ധി ആർജിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ ഒരു പശ്ചാത്തലം കൂടി ഇതിന് ഉണ്ട് ഈ തിരുനാൾ ആഘോഷത്തിന്റെ പ്രഖ്യാപനത്തിന്. ഏതായാലും ഉർബൻ നാലാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന് തീരുമാനിച്ച ഡേറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച എന്നുള്ളത്. അങ്ങനെയാണ് ഇന്നേ ദിവസം ഈ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുക. എന്നാൽ ചില ലോക്കൽ ട്രഡീഷനുകളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആചരിക്കുന്ന ശൈലിയും ഉണ്ട്. എങ്കിലും പൊതുവായിട്ട് തിരുനാളിന്റെ പൊതുവായ ആഗോള സഭ ആചരിക്കുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ്. ഇത് സത്യത്തിലെ പാശ്ചാത്യ സഭയുടെ ഒരു ശൈലിയാണ്. പൗരസ്ത്യ സഭയില് ഇത് ഈ പരിശുദ്ധ കുർബാനയോടുള്ള ആദരവും രീതിയും ഒക്കെ ഗൗരവമായിട്ട് നടത്തിയിരുന്നത് പെസഹ വ്യാഴാഴ്ചയായി. എന്നാൽ 16-ാം നൂറ്റാണ്ടോടുകൂടി നമ്മുടെ കേരള സഭയ്ക്ക് പൗരസ്ത്യ പാശ്ചാത്യ സഭകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായതിൽ പിന്നെ നമ്മുടെ സഭയിലും ഇത് ആചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് പരിശുദ്ധ ഈ കുർബാനയുടെ തിരുനാളായിട്ട് ഇത് ആചരിക്കും. പരിശുദ്ധ കുർബാനയുടെ തിരുനാള് ആചരിക്കുന്ന ഈ ദിവസം ഒരു ചെറിയ സാഹിത്യ കൃതി കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അമേരിക്കൻ എഴുത്തുകാരനായ ഒപ്പം തന്നെ അദ്ദേഹം ഹോളിവുഡ് സിനിമകളുടെ പ്രസിദ്ധനായ ഒരു തിരക്കഥാകൃത്ത് കൂടിയായി. അദ്ദേഹത്തിന്റെ പേര് മൈൻസ് കോണോലി എന്നുള്ള. ഈ മൈൻസ് കോണോലി 1928 ഏറെക്കുറെ അദ്ദേഹത്തിന് 27 വയസ്സ് പ്രായമുള്ളപ്പോഴേ അദ്ദേഹം ഒരു ബൈബിൾ നോവല് എഴുതിയിട്ട് മിസ്റ്റർ ബ്ലൂ എന്നാണ് ആ നോവലിന്റെ പേര്. മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കഥയായിട്ടാണ് ഈ നോവൽ അവതരിപ്പിക്കുന്നത്. ഈ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ആവറേജിന് മീതെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം ഫ്രാൻസിസ് അസീസിയുടെ ആധ്യാത്മിക ചൈതന്യത്തിൽ ആകൃഷ്ടനാവുകയും പിന്നീട് അദ്ദേഹം തന്റെ സ്വത്തൊക്കെ ദരിദ്രർക്ക് വേണ്ടി വിനിമയം ചെയ്തിട്ട് അദ്ദേഹം ഒരു കാർഡ്ബോർഡിന്റെ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പെട്ടിയുടെ ഉള്ളിൽ താമസം ആരംഭിക്കുകയും കാണുന്നവരോടൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് വിശുദ്ധ കുർബാന തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമായ ഒരു വിഷയം. ക്രിസ്തു ആയിരുന്നു മുഖ്യ വിഷയം. തീർച്ചയായിട്ടും അതിനനുബന്ധമായിട്ട് വിശുദ്ധ കുർബാനയുമായി അദ്ദേഹം അങ്ങനെ ഈ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്ന ഈ കഥാപാത്രം തന്നെ മറ്റൊരു കഥ കൂടി അവതരിപ്പിക്കുക. അതാണ് അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് വരിക. അത് അന്ത്യക്രിസ്തുവിന്റെ വരവായിട്ടാണ് അതിൻ്റെ അകത്ത് കഥ, ഈ മിസ്റ്റർ ബ്ലൂ കഥ പറയും. കഥയാണ്. അപ്പൊ ഈ മിസ്റ്റർ ബ്ലൂ പറയുന്ന കഥ ഇതാണ്. അന്ത്യക്രിസ്തുവിന്റെ ഭരണം. ആ കാലഘട്ടത്തില് സന്തോഷത്തിന് ആർക്കും ചിരിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. സത്യാന്വേഷണം ആരും നടത്താൻ പാടില്ല. ദൈവ ആരാധന ആരും നടത്താൻ പാടില്ല. വിശ്വാസ ജീവിതം പാടില്ല. ഇങ്ങനെ അന്ത്യക്രിസ്തുവിന്റെ കാലം ഇങ്ങനെ ആഘോഷങ്ങളുടെ കാലമാണ്. പക്ഷെ ചിരിക്കാൻ പാടില്ല, സത്യാന്വേഷണം പാടില്ല. ഭരണകർത്താക്കള് എന്തു പറയുന്നുവോ അത് അംഗീകരിച്ചോളണം, വിശ്വസിച്ചോളണം. ഇതൊക്കെയാണ് അന്ത്യക്രിസ്തുവിന്റെ രീതിയായിട്ട് ആ നോവലിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വാസത്തിന് അല്ലെങ്കിൽ വിശ്വസിച്ച് ദൈവാരാധന നടത്തുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ശൈലി. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്തിൽ ഒരേ ഒരു ക്രിസ്ത്യാനി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതൊരു പുരോഹിതനാണ്. ആ മനുഷ്യനെ ലോകത്തിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയും അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാനായിട്ടുള്ള ചട്ടവട്ടങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നു. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ അന്ത്യക്രിസ്തുവിന്റെ ഭരണമാണ്. അപ്പം ഗവൺമെന്റ് ഈ ബോംബുകൾ നിറച്ച ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ഏക വിശ്വാസിയായ ഈ കത്തോലിക്ക പുരോഹിതൻ അവിടെ നിന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുക. ഇവര് ഈ ബോംബുകൾ വർഷിക്കാൻ വേണ്ടി അവര് ഈ കെട്ടിടത്തിന്റെ മുകളിലെത്തിയപ്പോഴേ ഈ പുരോഹിതൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ഈ കുദാശ വചനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുക എന്ന് പറയുന്ന ആ നിമിഷം ഈ ഇരുട്ടിന്റെ ഒരു സാഹചര്യത്തിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. കാരണം അന്തിക്രിസ്തുവിന്റെ ഭരണമാണ്, അത് ഇരുട്ടിന്റെ ഒരു സാഹചര്യമാണ്. പെട്ടെന്നൊരു പ്രകാശം വരുന്നു, സൂര്യൻ ചെതറിപ്പോകുന്നു, ഭൂമിയും മറ്റു ഗ്രഹങ്ങളെല്ലാം നശിച്ചു പോകുന്നു. ക്രിസ്തു ഉത്ഥാനം ചെയ്തതുപോലെ വാനമേഘങ്ങളിലേക്ക് ലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിന്റെ മുമ്പില് സകല മരിച്ചുപോയവരും ഒരുമിച്ച് ചേർക്കപ്പെടുന്നു എന്നൊക്കെ കാണിച്ചിട്ടാണ് ഈ നോവലിന്റെ ക്ലൈമാക്സ് വരിക. ഇത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ഇന്നത്തെ വചനം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവിടെ വചനത്തില് അവസാനം പറയുന്ന കാര്യമാണ് ഇതാണ്: നമ്മളോടൊപ്പം നവമായി പാനം ചെയ്യുന്നത് വരെ അവൻ നമ്മളെ കാത്തിരിക്കുകയും. അപ്പൊ ക്രിസ്തുവിന്റെ ഈ ആഗമനം എന്ന് പറയുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരമമായ ആഗമനം എന്ന് പറയുന്നത് ഈ ഒടുവിലത്തെ വിശുദ്ധ കുർബാന, ഒടുവിലത്തെ അത്താഴം എന്ന് നമ്മൾ പറയുമ്പോൾ വീണ്ടും ഈ ഒടുവിലത്തെ അല്ലെങ്കിൽ നവമായ ഒരു കുർബാന കൂടി ഉണ്ട്. ആ കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്നർത്ഥം.
ഇവിടെ ഇന്ന് ഈ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ ഈ 26-ാമത്തെ അധ്യായം 17 തുടങ്ങി 29 വരെയുള്ള ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഒന്ന് രണ്ട് സൂചനകൾ കൂടി പറഞ്ഞിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു ആരുടെയോ ഭവനത്തിലാണ്. ആരുടെയാണെന്ന് പേര് വെളിപ്പെടുത്തുന്നില്ല. പേര് വെളിപ്പെടുത്താതെ ഏതോ ഒരുത്തന്റെ കെട്ടിടത്തിലാണ് ക്രിസ്തു പെസഹ ആചരണത്തിന് വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇന്നയാളോട്. ആ ഇന്നയാളാരാ? അത് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ജീവിതങ്ങളാ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. ഇവിടെയാണ് അവൻ പെസഹ ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ എൻ്റെ കുടുംബത്തില്, എൻ്റെ ഇടവകയില്, എൻ്റെ തൊഴിൽ മേഖലയില് ഒക്കെ അവൻ പെസഹ ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ പെസഹ ഒരുക്കാനായിട്ട് ഒരിടം, ഒരു മേഖല, ഒരു സ്ഥലം എന്ന ഒരു ഈ ചുരുങ്ങിയ വാക്കിനപ്പുറത്തേക്ക് ഒരു മേഖല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിന് നല്ലത്. അവൻ പെസഹ ഒരുക്കാനായിട്ട് ഒരു ഇടം അന്വേഷിക്കുന്നു. ആ ഇടം കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. രണ്ടാമതായിട്ട് പെസഹ ഒരുക്കാനായിട്ട് അവനല്ല ഒരുക്കുക, നമ്മളാണ് ഒരുക്കേണ്ടത്. അപ്പം അവനുള്ള പെസഹ ഒരുക്കാനായിട്ടുള്ള ബാധ്യത. ഒന്ന്, പെസഹ ഒരുക്കാനായിട്ടുള്ള ഇടം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് അവന് വേണ്ടി പെസഹ ഒരുക്കേണ്ട ബാധ്യതയുണ്ട്. ഈ പെസഹ ഒരുക്കല് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നവരാണ്, വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നവരാണ്, ഒപ്പം നമ്മൾ വിശുദ്ധ കുർബാനയായി മാറേണ്ടവരാണ് ഒരു ചിന്ത കൂടി ഈ വചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അവൻ കൃതജ്ഞത സ്തോത്രം ചെയ്ത് കൊടുത്തു എന്നവർ, വാഴ്ത്തി കൊടുത്തു എന്നവർ. സ്തോത്രം ചെയ്ത് കൊടുക്കാനും വാഴ്ത്തി കൊടുക്കാനും സാധിക്കും. എൻ്റെ നൽകലുകൾ, എൻ്റെ സമയത്തിന്റെ നൽകലായിരിക്കാം, എൻ്റെ അധ്വാനത്തിന്റെ നൽകലായിരിക്കാം, എൻ്റെ ഭക്ഷണത്തിന്റെ പങ്കുവയ്പായിരിക്കാം, എൻ്റെ സമ്പത്തിന്റെ പങ്കുവയ്പായിരിക്കാം, എൻ്റെ ഭൂമിയുടെ പങ്കുവയ്പായിരിക്കാം. ഈ വാഴ്ത്തി കൊടുക്കാൻ പറ്റും. പ്രായി കൊടുക്കാൻ പറ്റുമെന്നല്ല, വാഴ്ത്തി കൊടുക്കാൻ പറ്റും. വാഴ്ത്തി കൊടുക്കുമ്പോഴാണ് കുർബാനയായിട്ട് മാറുക. എല്ലാ കൊടുക്കലുകളും വാഴ്ത്തി കൊടുക്കണം. മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരാണ് ഈ ലോകത്തിലെ എല്ലാ മാതാപിതാക്കന്മാരും. സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ വാഴ്ത്തിയാണോ കൊടുക്കുന്നത്? വാഴ്ത്തി കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നീട് കണക്ക് പറയേണ്ടി വന്നത്. വാഴ്ത്തി കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നത്. വാഴ്ത്തി കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ ഈ കൊടുത്തതിനെ കുറിച്ച് പിന്നീട് പരാതി പറയണം. വാഴ്ത്തി കൊടുക്കാത്തത് കൊണ്ടാണ് നന്ദിയില്ലാത്തവരാണ് എന്ന് നമ്മൾ പലരെ കുറിച്ച് പറയണം. കൊടുത്തതൊന്നും വാഴ്ത്തിയല്ല. ജീവിത പങ്കാളികൾ പരസ്പരം കൊടുക്കുന്നതൊക്കെ വാഴ്ത്തി കൊടുക്കും. മാതാപിതാക്കന്മാര് മക്കൾക്ക് കൊടുക്കുമ്പോഴും മക്കൾ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുമ്പോഴും വാഴ്ത്തി കൊടുക്കും. അപ്പോഴാണ് ക്രിസ്തു ചെയ്തത് പോലെ നമ്മളും കുർബാന സ്വീകരിക്കുന്നവർ മാത്രമല്ല, കുർബാനയായി മാറേണ്ടവരും കൂടിയാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി. വീണ്ടും നമ്മൾ ഈ ഒറ്റ കൊടുക്കുന്നവരാണോ എന്നുള്ളത്. സത്യത്തില് ഈ ഒറ്റ കൊടുക്കൽ എന്താ? ഒറ്റ കൊടുക്കല് കാണിച്ചു കൊടുക്കലാണ്. ഞാൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള പ്രശ്നം. ഞാനൊരു ക്രിസ്ത്യാനിയുടെ പേര് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു പുരോഹിതനായി വേഷം ഇട്ടുകൊണ്ട് നടന്നു, അല്ലെങ്കിൽ മാമോദിസ സ്വീകരിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു. ഞാൻ എന്നിട്ട് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ്? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കൽ തന്നെയാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യവും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കലും. മനസ്സിലായോ? ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കലും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കലാണ്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കലും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കൽ തന്നെ. രണ്ടും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കൽ. നിലപാടിലാണ് മാറ്റം. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കൽ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലൂടെ യഥാർത്ഥ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കൽ.
മറിച്ച് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ദൈവമായ ക്രിസ്തുവിനെ അല്ല എങ്കിൽ, മനുഷ്യനായ ക്രിസ്തുവിനെ ആണെങ്കിൽ അത് ഒറ്റിക്കൊടുക്കലാണ്. ഈ ഒറ്റിക്കൊടുക്കലും സാക്ഷ്യം വഹിക്കലും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കാണിച്ചു കൊടുക്കലാരം. അപ്പോ വിശുദ്ധ കുർബാനയെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കല്, നമ്മള് മറ്റുള്ളവർക്ക് ക്രിസ്തുവിന്റെ സാക്ഷ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ഇതൊക്കെയും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കല് ആണ്. അതായത് ഒറ്റിക്കൊടുക്കുന്ന കാണിച്ചു കൊടുക്കലാണോ, സാക്ഷ്യം വഹിക്കുന്ന കാണിച്ചു കൊടുക്കലാണോ? ഇതാണ് വളരെ ആഴത്തില് ഞാനിന്ന് നിങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ച് തരുന്ന പൊള്ളുന്ന ചിന്ത. അത് എൻ്റെ നെഞ്ചിലുള്ള ചിന്ത, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പൊള്ളുന്ന ചിന്തയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എനിക്ക് പൊള്ളിയതാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൊള്ളാൻ സാധ്യതയുള്ളത്. ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കല് ഒറ്റിക്കൊടുക്കലാണോ, സാക്ഷ്യമാണോ? നമ്മുടെ കാണിച്ചു കൊടുക്കല് സാക്ഷ്യത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ അവനോടൊപ്പം നവമായ പങ്കുവയ്പ്പിന് സ്വർഗരാജ്യത്തില് സാധ്യതയുണ്ടാകും. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.